ഹായ് ഒരുവൺ. ഞാനും എൻ്റെ ഫ്രണ്ട്സ് സഞ്ചരിച്ച വണ്ടി അത്. ഈ വണ്ടി ഒന്ന് ഇടിച്ചെന്ന് വെച്ചാൽ നല്ലൊരു ഇടിയാണ് ഇടിച്ചത്. ഫ്രണ്ട് വശവും രണ്ട് സൈഡും ഇടിച്ച്, മതിലിലും ഇടിച്ച്, അതുപോലെ പോസ്റ്റിലും ഇടിച്ച്. ഇതൊരു വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്താ അറിയാമോ? മറ്റുള്ള വണ്ടികൾ, മറ്റുള്ള ഓട്ടോകൾ, ഇപ്പോൾ ഡ്രിയോ ഇതുപോലത്തെ പല ഓട്ടോകളും ഫൈബർ ബോഡിയും അതുപോലെ മെറ്റൽ ബോഡിയും മിക്സ് ചെയ്ത വന്നത് എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങി ഫൈബർ ബോഡിയും താഴെ മെറ്റൽ ബോഡിയൊക്കെ ആയിട്ടൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ഇത്ര എടുത്ത് പറയണമെന്ന് അറിയാമോ? നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് 2000 രൂപ 5000 രൂപയ്ക്ക് ഡൗൺ പേയ്മെൻറ്റിന് വണ്ടി കിട്ടും. പല വണ്ടികൾ കിട്ടും, ഇപ്പോൾ ഡ്രിയോ പോലത്തെ പല വണ്ടികളും കിട്ടും. പക്ഷേ ഇതൊന്നും ബിൽഡ് ക്വാളിറ്റി ഇല്ല. എന്ന് വെച്ചാൽ ചെറിയൊരു ഇടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചത്തുപോകും. ഞാൻ പറയാമല്ല, ഇപ്പോൾ ഈ ഒരു വണ്ടിക്ക് പകരം ഇപ്പോൾ ഡ്രിയോ അങ്ങനത്തെ വണ്ടികളൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ആരും ഉണ്ടാവില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരുണ്ടാവില്ല, ഓടിച്ചിരുന്നവരുണ്ടാവില്ല. ഓടിച്ചവനാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവരും ഉണ്ടാവില്ല, ഞാനും ഉണ്ടാവില്ല. കാര്യം വെച്ചാൽ അമ്മാതിരി ഇടി അടിച്ചത് വണ്ടി. എന്താ അറിയാമോ ഞാൻ പറയാൻ കാര്യം? നമുക്ക് ചെറിയ എമൗണ്ടിന് വണ്ടി കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും പോയി എടുക്കും. അപ്പോൾ ഞാൻ പോലും എൻ്റെ ഒരു ഡ്രീം ഉണ്ടായിരുന്നു. എനിക്ക് 2000 രൂപ ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ വണ്ടി എടുത്തത്. പക്ഷേ എടുത്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല വണ്ടിയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും. പിന്നെ ചെക്ക് ചെയ്യാൻ പോയില്ല. നമുക്ക് ചെറിയൊരു എമൗണ്ട് വണ്ടി കിട്ടണല്ലേ, അങ്ങനെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല, പിന്നീട് ഒരു വീഡിയോ പറയാം. ഈ വണ്ടിയെ പറ്റി പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഭാഗം പോസ്റ്റിലും അപ്പുറത്തെ മതിലുള്ള ഇടിച്ചത്. ഈ ഇടിച്ചിട്ടും വണ്ടി മറിഞ്ഞൊന്നുമില്ല കേട്ടോ. പിന്നെ അത് ഓടിക്കുന്നതിൻ്റെ കഴിവും കൂടിയാണ്, വണ്ടിയുടെ മൊത്തത്തിൽ പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഭാഗമൊക്കെ ഫൈബർ ബോഡി ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഓടിച്ചിരുന്ന ഈ വീഡിയോ എടുക്കണവനൊക്കെ ഫോട്ടോയിലുണ്ടായാണ്. നമ്മളെപ്പോഴും ലോ റേറ്റിന് പോകാണ്ടിരിക്കണം നല്ലത്. എപ്പോഴും നമ്മുടെ സേഫ് നോക്കാം. ഇപ്പോൾ ടാറ്റയൊക്കെ ഉണ്ടാവും നല്ല ബിൽഡ് ക്വാളിറ്റി വണ്ടി ഇറക്കണം. അതേപോലെ തന്നെ ബജാജ് അത്യാവശ്യം നല്ല ക്വാളിറ്റി. പക്ഷേ ഈ മെറ്റൽ ബോഡി എന്നൊക്കെ പറഞ്ഞാൽ നല്ല സ്ട്രെങ്ത് ബോഡിയാണ്. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇപ്പോഴും ഉള്ളത്. ഇതൊക്കെ ഞാൻ അത്ര എടുത്ത് പറയണമെന്ന് അറിയാമോ? ബാക്കിയുള്ള പല വണ്ടികളും യൂസ് ചെയ്തിട്ടുണ്ട്, ഒന്നിനും അത്ര ക്വാളിറ്റി ഇല്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഈ മുട്ട് വെച്ച് നല്ലൊരു ബലത്തിൽ ഇടി കൊടുത്താൽ ചളങ്ങുന്ന ബോഡികളാണ് ഓരോ വണ്ടികളും. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളോട് കമ്പനി ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. എന്ന് വെച്ചാൽ ചെറിയൊരു ഇടിക്കൂടെ ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ പോകാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ അപേക്ഷിച്ച് ഈ ഒരു വണ്ടി എന്നൊക്കെ പറയുമ്പോൾ സൂപ്പറാണ്. ഞാൻ പറയാല, ഇത്രയും ക്യാബിനും ഇതെല്ലാം തകർന്ന വണ്ടിയിടാം. എന്നിട്ട് പോലും ഈ വണ്ടി സ്റ്റാർട്ടിങ്ങാ. ഞങ്ങൾ അന്ന് വണ്ടി ഓടിക്കാൻ നോക്കിയപ്പോൾ എല്ലാം ഓണായി വണ്ടിയിടാം. ഞങ്ങൾ അന്ന് ഈ വണ്ടി ഓടിക്കാൻ നോക്കിയപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ആ വീൽ എലമെൻറ്റ് പോയിട്ട് വണ്ടിക്ക് തെന്നി കളിക്കുന്നുണ്ട്. അപ്പോൾ റിസ്ക് എടുക്കണ്ടല്ലോ, അതായത് ഷോറൂമിൽ വിളിച്ച് പറഞ്ഞ്. അതും ഷോറൂമിൽ KP മോട്ടോഴ്സിനാണ് ഈ വണ്ടി എടുത്തത്. ഞങ്ങൾ വിളിച്ച് പറഞ്ഞപ്പോൾ വണ്ടിക്ക് RC ഇല്ല, വണ്ടിക്ക് ഉണ്ടാകാനുള്ള സംഭവം ആയിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി എടുത്ത് നമ്മുടെ RC രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി പിക്കപ്പ് വാനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ, അവർ വന്ന് കൊണ്ടുപോകത്തുള്ളൂ. അതൊന്നും ചെയ്തില്ല. പക്ഷേ നമ്മൾ ഷോറൂമിൽ വിളിച്ച് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ സംഭവം പറ്റിപ്പോയി, വണ്ടി ഇങ്ങനെ ഇടിച്ച്. അപ്പോൾ നമുക്ക് വണ്ടിക്ക് ഇങ്ങനെ കൊണ്ടുപോകേണ്ട സംഭവം ഉണ്ട്, RC ഉണ്ടാകുന്ന ചോദിച്ചാൽ ഞാൻ പറയാം അതില്ല, ആയിട്ടില്ല. അപ്പോൾ പിന്നെ അവർ പറഞ്ഞ് കുഴപ്പമില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞു. അവർ അന്ന് തന്നെ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടോ. ഒരുപാട് താങ്ക്സ് ഉണ്ട്. വെച്ചാൽ നമ്മൾ ആ വണ്ടി അവിടെ വെക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വന്ന് ഷോറൂമിൽ നിന്ന് വണ്ടി വന്ന് കൊണ്ടുപോയി. അതെല്ലാം ഒരു ഭയങ്കര സ്പീഡായിട്ടാണ് എല്ലാം ചെയ്തത്. ഒരുപാട് നന്ദിയുണ്ട് KP മോട്ടോഴ്സ്. എനിക്ക് എടുത്ത് പറയാമെന്ന് വെച്ചാൽ ഞാൻ ഒരു വീഡിയോ ചെയ്യണമെന്ന് കരുതി ഇങ്ങനത്തെ വീഡിയോ ആയിരുന്നില്ല. നമുക്ക് എവിടെയെങ്കിലും റൈഡൊക്കെ പോയിട്ട് ട്രാവൽ ചെയ്തൊക്കെ ഒരു വീഡിയോ ഒക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഇനി ഇടിച്ചപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഞങ്ങൾ കാണിക്കാനുള്ള കാര്യം എന്താ അറിയാമോ? അത് ബാക്കിയുള്ളവർക്കൊരു മെസ്സേജാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ഞാൻ ഭയങ്കര ബിൽഡ് ക്വാളിറ്റിയുള്ള വണ്ടി എന്നല്ല പറയണം. മറ്റുള്ള ഓട്ടോകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ബെറ്റർ വണ്ടിയാണ്. ഇത് മാത്രമല്ല, ഈ കിടക്കുന്ന ബജാജിൻ്റെ ഓൾമോസ്റ്റ് വണ്ടികളെല്ലാം അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള വണ്ടികളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഇടിക്കൊക്കെ ഒന്നും അങ്ങനത്തെ അകരത്തില്ല വണ്ടി. മറ്റുള്ള ഓട്ടോയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയണത് ഇത് ഭയങ്കര വലിയ വണ്ടി എന്നല്ല പറയണം. ഓട്ടോകളായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ ഈ ബജാജിൻ്റെ ഓട്ടോകൾക്ക് നല്ല ക്വാളിറ്റിയാണ്. ആ ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് ഞാനും ഇവരും ഒക്കെ ഇപ്പം ജീവനോടെ ഉള്ളത്. അല്ല ഞങ്ങളൊക്കെ ചത്താനേ അമ്മാതിരി ഇടിയാണ് ബ്രോ ഇടിച്ചത്. ഈ വണ്ടി ഉണ്ടല്ലോ, ഇപ്പം ഡ്രിയോ അങ്ങനത്തെ പല വണ്ടികളിലും ഈ ഒരു ഭാഗമൊക്കെ ഫൈബർ ബോഡിയാണ്. ചെറിയൊരു വെച്ചാൽ ഒരു ചെറിയൊരു ഇടിക്ക് ഫൈബർ അറിയാമല്ലോ. ഈ നല്ല ആഞ്ഞൊരു ഇടിയോടെ നമ്മൾ അതിനെ അടിച്ചാൽ തന്നെ പൊട്ടണ ഫൈബറാണ്. അത്രയേ ഉള്ളൂ ഫൈബർ എന്ന് പറയുമ്പോൾ. ആ ഒരു ഫൈബർ ഇപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഇങ്ങനത്തെ ഇത്ര ഭാഗം വെച്ചൊരു ഫൈബർ വണ്ടിയാണെങ്കിൽ ഇപ്പം ഞാനൊക്കെ ഉണ്ടാവും. എൻ്റെയൊക്കെ മോന്തല്ല, ഞാനിപ്പോൾ മറ്റേ ഇതിനകത്ത് ഉണ്ടാവും, ഫോട്ടോയിൽ ഉണ്ടാവുമായിരുന്നു. ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ ഒരിക്കലും ഒരു 5000 2000 എന്നൊക്കെ പറഞ്ഞ് ഡൗൺ പേയ്മെൻറ്റ് കാണുമ്പോൾ ചാടിപ്പോയി വണ്ടി എടുക്കരുത്. എന്ന് വെച്ചാൽ ആ വണ്ടിക്ക് അത്രയും ക്വാളിറ്റി ഉള്ളൂ. ഇതിപ്പോൾ ഇത്രയും ഇടിച്ച് ഇങ്ങനെ ഈ ഒരു കോലായിട്ട് പോലും വണ്ടി നീങ്ങുന്നുണ്ട്. അതെന്താണ് കമ്പനി കാണിക്കുന്ന ഒരു മര്യാദയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓടിക്കുന്നവനും ആ വണ്ടിയിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ജീവനൊരു വില കൽപ്പിക്കുന്നുണ്ട് അവർ. അതുകൊണ്ടാണ് അവർ ഇത്ര നല്ലൊരു ക്വാളിറ്റിയിൽ വണ്ടി ഇറക്കുന്നത്. അതല്ലാണ്ട് ഈ ബാക്കിയുള്ള വണ്ടികൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ചെയ്യുന്നില്ല. എൻ്റെ ഒരു വിഷയത്തിൽ അങ്ങനെ ചെയ്യുന്നില്ല. അവരവരുടെ ഇഷ്ടങ്ങൾ വെച്ചാൽ അവർക്ക് പൈസ ഉണ്ടാക്കണം. എങ്ങനെയൊക്കെ എന്തൊക്കെ വണ്ടിക്ക് ക്വാളിറ്റി കുറഞ്ഞാലും അല്ലെങ്കിൽ വണ്ടി എങ്ങനെ ആയാലും അവർക്ക് കുഴപ്പമില്ല. അവർക്ക് വിറ്റ് അവർക്ക് കാശ് ഉണ്ടാക്കിയാൽ മതി. പക്ഷേ നമ്മളോടൊരു വെച്ചാൽ
നമ്മളോട് റെസ്പോൺസിബിലിറ്റി വെച്ചാൽ അവർ നമ്മളെ കസ്റ്റമറാണ്. അപ്പോൾ അവരും നല്ല രീതിയിൽ പോകണം. എന്നില്ല അവരുടെ വണ്ടികൾക്ക് വരെ കംപ്ലയിൻറ്റ്സ് അല്ല അവരുടെ വണ്ടികൾ തട്ടിയാലിടിച്ചാലൊക്കെ ഒന്നും അവർക്കാണ് പക്ഷേ ആവത്തും പാടില്ല എന്നാൽ അവർ വിചാരിക്കുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾ അനുഭവം കൊണ്ട് പറയണതാണ്. എനിക്ക് ഞങ്ങളോട് ഇത്രേ പറയാനുള്ളൂ, നിങ്ങൾ ഒരിക്കലും ഈ 2000, 3000, 5000 എന്നൊക്കെ പറഞ്ഞ് ഡൗൺ പേയ്മെൻറ്റ് കാണുമ്പോൾ പോയി ചാടി വണ്ടി എടുക്കരുത്. കാരണം അതെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഉള്ളൂ ആ വണ്ടിക്ക് ക്വാളിറ്റി. അത് അത്ര റേറ്റ് ഡൗൺ പേയ്മെൻറ്റ് കുറച്ച് കൊടുക്കണമെന്ന് വെച്ചാൽ എന്താണ്, ആ വണ്ടിക്ക് അത്രേ ഉള്ളൂ ലൈഫ്.